എന്താടാ അമ്മേ ആ ഇത് മുടങ്ങിക്കഴിഞ്ഞാ ആ വേറെ ആളെ കണ്ടുവച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അതാരാ? എടാ, അഹങ്കാരി. കണ്ടുവച്ചിട്ടുണ്ട് പോലും ഇവന്റെ ഒരു കാര്യം. ഉഫ്. നടുവിലെക്കാട്ടിൽ ശശിധര മേനോൻ എഴുതി. നടുവിലെക്കാട്ടിൽ തന്നെ നന്ദകുമാർ നന്ദകുമാർ. എഴുതിയോ? ഇനി പുത്തം വീട്ടിൽ രാജീവ്. പുത്തം വീട്ടിൽ രാജീവ്. ആ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? വാ വാ. ഡ്രസ് എടുത്തു, പിന്നെ ഒരു വാച്ച് വാങ്ങി. ഡ്രസ് കാണിക്കും. ആ നന്നായിട്ടുണ്ട് അല്ലേ ഗോവിന്ദ? കൊള്ളാം. ഇത് അരവിന്ദ് മോന്റെ സെലക്ഷൻ അല്ലേ? മോശമാകത്തില്ല. ആ ഇതും കൊള്ളാം. ഇതില് ചാരുമോള് വാങ്ങിത്തന്ന ഏതാ? ആകാശ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ചാരുവിന്റെ വക അരവിന്ദിനൊരു പിറന്നാൾ സമ്മാനം ഉണ്ടെന്ന്. ഇതിലേതാത്? അതാ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. ആ കൊള്ളാലോ. ഞാനും ആലോചിച്ചു നിന്നെ ഇതുവരെ ഈ ഷർട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന്. ചാരുമോട് അരവിന്ദിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയുള്ള സെലക്ഷനാ അല്ലേ ഗോവിന്ദ? അതങ്ങനല്ലേ ബാല? ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞല്ലേ ഭാര്യ സെലക്ട് ചെയ്യൂ. നീ ഇട്ടതിൽ വെച്ച് നിനക്ക് ഏറ്റവും ചേർച്ചയുള്ള ഷർട്ടായത്. മോനെ, ഷർട്ട് മാത്രമല്ല ജീവിതവും അതുപോലെ പോണം, ചേർച്ചയോടെ. ആരവിന്റെ ഇതാ നിനക്ക് നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാല്ലേ? ആ തികഞ്ഞില്ലേ പറയണം. ആ ആ പിന്നെ അതില് അമ്പനാട്ടെ മനോഹരനും പിന്നെ പൂഴിക്കൽ പറമ്പിന് രവീന്ദ്രനും കൊടുക്കാനുള്ള ലെറ്റർ വെച്ചിട്ടുണ്ട്. അഡ്രസ് ഞാൻ എഴുതിയിട്ടുണ്ട്. നീ പോകുന്ന വഴിക്ക് അതങ്ങ് കൊടുത്താൽ മതി. ആ അരവിന്ദ, ചാരുമോൾ അവിടുത്തെ ലെറ്റർ നിന്റെ കയ്യിൽ തന്നു വിട്ടെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് അതവിടെ? അച്ഛാ, ഞാൻ വാച്ച് വാങ്ങിയ കട കയറിയപ്പേ അവിടെ വെച്ച് മറന്നു എന്ന് തോന്നുന്നു. അല്ല, അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാനത് പോയിട്ട് വാങ്ങിട്ട് വരാം. നമ്മളെവിടെ വരെ എഴുതിയത്? പുത്തമ്പട്ടി രാജീവ്. രാജീവ് വരെ അല്ലേ? ഇനിയിപ്പോ പിന്നെ കുട്ടപ്പൻ. കുട്ടപ്പൻ തെക്കേക്കാവ്. തെക്കേക്കാവ്. കുട്ടപ്പൻ തെക്കേക്കാവ്. ഓ, ഇവിടെ വാ. എന്താമ്മേ? അവള് നിനക്ക് ഷർട്ട് വാങ്ങി തന്ന കാര്യം നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഞാനത് വിട്ടുപോയി. വിട്ടുപോയോ? ഓരടാ ഏ? ഊരാൻ. ആ ഇങ്ങോട്ടോടാ. അവൾ ഇനിയും നിന്നെ വശീകരിക്കാൻ ഇതുപോലെ ഓരോന്ന് തന്നിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ. അമ്മേ, ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതൊന്നുമല്ല. ആകാശ് അവളും കൂടി ഒപ്പിച്ച പണിയാ. ആകാശ് അവിടെ ഡ്രസ്. ഇത് നിലം തുടയ്ക്കാൻ ഞാൻ ഉപയോഗിക്കും. ഇതുപോലെ ഇനിയും ഞാൻ ചെയ്യും. മനസ്സിലായോ? അവിടെ ഷർട്ട്. അമ്മേ, ദേ അങ്ങേര് കാണണ്ട. ഓഹോ, പിന്നെ കണ്ട
ഒന്ന് പോടാ അവിടുന്ന്. അമ്മേ, ഇതെന്തോ ചെയ്യാനാ? നീ ആ ജംഗ്ഷനിലോട്ട് അങ്ങ് ഇറങ്ങി നിൽക്ക്. എന്നിട്ടേ ആ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി അതങ്ങ് വിതരണം ചെയ്യും. ആ, തമാശകളാ. അതും ഇനി ഞാൻ പറഞ്ഞു തരണം. എവിടെങ്കിലും കൊണ്ട് കളയണം. ഓ എന്റെ ദൈവമേ. ഓ